ഡോക്ടർ, നമുക്ക് ബേസിക് ഐഡിയ വെച്ച് തുടങ്ങാം. ഓക്കെ. എന്താണ് ഈ റീജനറേറ്റീവ് മെഡിസിൻ? ആരൊക്കെയാണ് റീജനറേറ്റീവ് മെഡിസിൻ്റെ ഡോക്ടറിൻ്റെ അടുത്തേക്ക് വരേണ്ടത്? അത് നമുക്ക് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് റീജനറേറ്റീവ് മെഡിസിൻ? മലയാളത്തിൽ പറഞ്ഞാൽ കേടായിട്ടുള്ള കോശങ്ങളെ പുനർജീവിപ്പിക്കുക, ഓർ റീപ്ലേസിങ് യുവർ ഡാമേജ്ഡ് ബോഡി പാർട്സ് ഓർ സെൽസ് വിത്ത് എ ന്യൂവർ വൺ. ഇതാണ് റീജനറേറ്റീവ് മെഡിസിൻ. ഓക്കെ. ഇത് ആരൊക്കെ ചെയ്യാമെന്നാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. എനി വൺ ക്യാൻ ഡു വിത്ത് കണ്ടീഷൻസ് എഫക്റ്റിംഗ് ദെയർ ഓർത്തോ റിലേറ്റഡ്, കോസ്മെറ്റോളജിക്കലി, ഗൈനക്കോളജി, ഒഫ്താൽമോളജി, ഡയബറ്റിക് അൾസേഴ്സ്, ന്യൂറോ. അപ്പോൾ ഇത് ഒരു വാസ്റ്റ് ടോപ്പിക്കാണ്. അതായത് ഇതിനെല്ലാത്തിനും റീജനറേറ്റീവ് മെഡിസിൻ യൂസ് ചെയ്യുന്ന എന്താ പറയുന്നത് ഇൻഡിക്കേഷൻസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഒരു വൈഡാണ്. അപ്പം റീജനറേറ്റീവ് മെഡിസിൻ എന്ന് പറയുന്നത് കേടായിട്ടുള്ള കോശങ്ങളെ പുനർജീവിപ്പിക്കുക. അത് ഇതിനൊക്കെ കേടാവും. ഇപ്പോൾ കണ്ണിൻ്റെ ഇപ്പോൾ കോർണിയൽ അബറേഷൻ അതിന് യൂസ് ചെയ്യാറുണ്ട്, ഹെയർ ലോസിന് യൂസ് ചെയ്യാറുണ്ട്, ആൻറ്റി ഏജിങ്ങിന് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു വ്രണം, ഡയബറ്റിക് അൾസർ, അതിന് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഓർത്തോപെഡിക്സിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്പോർട്സ് ഇഞ്ചുറീസ്, ലിഗമെന്റ് സ്പ്രെയിനിന് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഗൈനക്കോളജിക്ക് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പോൾ ഗ്യാസ്ട്രോഎൻട്രോളജിക്ക് യൂസ് ചെയ്യാറുണ്ട്, കാർഡിയാക്കിനുണ്ട്. അപ്പോൾ ഇത് വലിയ ടോപ്പിക്കാണ്. എൻ്റെ ഒരു ഓർത്തോപെഡിക്സ് ആണ്. അതിനെക്കുറിച്ച് ഞാൻ വേണമെങ്കിൽ കൂടുതൽ ഇൻഡെപ്ത് പറയാം. ഓക്കെ. ഇപ്പോൾ ചില ആൾക്കാർ, ഇപ്പോൾ ഡോക്ടേഴ്സൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇത് എല്ലാവർക്കും ചിലപ്പോൾ വർക്ക് ആവണം എന്നില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതെന്താ അപ്പം അങ്ങനെ? വൺനെസ് ഈ ഭയങ്കര ബ്രോഡ് അല്ലാണ്ട് സ്പെസിഫിക്കലി പറഞ്ഞാൽ ആദ്യം ഏത് കണ്ടീഷനാണ് ചെയ്യുന്നതെന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. സെക്കൻഡ് ഇസ് അവർക്കിപ്പോൾ ഒരു ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണെങ്കിൽ സ്റ്റേജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് തേർഡ് ഇസ് ദ സെൻറ്റർ ആൻഡ് ദ എക്സ്പീരിയൻസ് ഓഫ് ദ ഡോക്ടർ. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ചെയ്യുന്നത് ഒത്തൻറ്റിക് റീജനറേറ്റീവ് മെഡിസിൻ ആണോ എന്ന് ആദ്യം അറിയണം. ഇതിൽ ഏത് ടൈപ്പാണ് ചെയ്യേണ്ടതെന്ന് അറിയണം. റീജനറേറ്റീവ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ പേരെന്താ വിചാരിക്കുന്നത് PRP എന്നാണ്. ഇറ്റ് ഈസ് ദ ലീസ്റ്റ്, ഏറ്റവും താഴെക്കിടയിലുള്ള സ്റ്റാർട്ടിങ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് PRP എന്ന് പറയുന്നത്. അത് ചെയ്താൽ ചിലപ്പോൾ റിസൾട്ട് ഉണ്ടാവണം എന്നില്ല. ഇനി അതിൽ തന്നെ പറയുകയാണെങ്കിൽ എത്ര സെല്ല് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യണം, എത്ര വോളിയം ചെയ്യണം, ഇതെവിടെ ചെയ്യണം, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും റിസൾട്ട്. ഇനി ഇതെല്ലാം നമ്മൾ ക്രൈറ്റീരിയ എല്ലാം ഫുൾഫിൽ ചെയ്താലും 10-20% ആൾക്കാർക്ക് അത് റെസ്പോണ്ട് ചെയ്യണം എന്നില്ല. സിംപ്ലി ബിക്കോസ് ഇത് വേറെ ആരുടെയും സെൽസോ അല്ലെങ്കിൽ അവരുടെ ഒന്നും സ്റ്റെം സെല്ലല്ല, പേഷ്യൻ്റെ തന്നെയാണ്. സംടൈംസ് ഇറ്റ് വിൽ നോട്ട് റെസ്പോണ്ട്. ദാറ്റ് ഈസ് വെരി ഫ്യൂ മീൻസ് ലെസ് ദാൻ 10-20% എന്ന് വേണമെങ്കിൽ പറയാം. ആണ് അതിനുള്ള റീസൺ. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞില്ലേ, ഇപ്പോൾ സ്പോർട്സ് പേഴ്സൺസിനൊക്കെ അത് ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കും, ഹെൽപ്ഫുൾ ആയിരിക്കും. എങ്ങനെയാണ് സ്പോർട്സ് പോലുള്ള ഒരു സിനാരിയോയിൽ ഈ മെഡിസിൻ്റെ ഒരു പൊട്ടൻഷ്യൽ വരുന്നത്? എങ്ങനെയാണ് അവർക്ക് ഹെൽപ്ഫുൾ ആവുന്നത്? ഈ സ്പോർട്സ് അത്ലറ്റ്സ് എന്തുകൊണ്ടാണ് റീജനറേറ്റീവ് മെഡിസിൻ ചെയ്യണതെന്നാണ് ആദ്യം അറിയേണ്ടത്. സ്പീഡ് റിക്കവറി, അൺവാണ്ടഡ് സർജറീസ് ക്യാൻ ബി അവോയ്ഡഡ്. ഈ രണ്ട് റീസണാണ്. സർജറി ചെയ്ത എന്താണ്, അവർക്ക് റിക്കവറി ടൈം ഇസ് ഹൈ. ഭയങ്കര സമയം എടുക്കും, ഒരു 6 മാസം 9 മാസം എടുക്കും. റിഗ്രസ് ഫിസിയോതെറാപ്പി ചെയ്താലും റിക്കവറി കിട്ടാനും അതിൻ്റെ തിരിച്ച് അവരുടെ ഫോമിലേക്ക് വരാൻ. അപ്പോൾ ഒരു സർജറി അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻസിൽ പണ്ട് ഓപ്ഷൻസ് കുറവായിരുന്നു റീജനറേറ്റീവ് മെഡിസിൻ വരുന്നതിന് മുന്നേ. ഇപ്പോൾ ഓപ്ഷൻ ഉള്ളത് കൊണ്ട് ഇപ്പോൾ സ്റ്റെം സെൽ തെറാപ്പി ആയിക്കോട്ടെ അല്ലെങ്കിൽ ബ്ലഡ് ഉപയോഗിച്ചിട്ടുള്ള റീജനറേറ്റീവ് ആയിക്കോട്ടെ, അവർക്ക് അത് ഹീലിംഗ് ആണ് നടക്കുന്നത്. പെയിൻ മാത്രം മാറ്റുന്നതല്ല, അവരുടെ ഹീലിംഗ് പൊട്ടൻഷ്യൽ കൂട്ടുകയാണ്. നാച്ചുറലായിട്ട് ദൈവം തന്ന ഒരു സാധനം നമ്മൾ നിലനിർത്തുകയാണ്. അതിൻ്റെ അത്ര ഒരിക്കലും നമ്മൾ എത്ര സർജറി ചെയ്താലും കിട്ടില്ല. ആൻഡ് ഓഫ് കോഴ്സ് ദർ ആർ ഇൻഡിക്കേഷൻസ്. ആ ഇൻഡിക്കേഷൻസിൽ സർജറി ചെയ്യേണ്ടതാണെങ്കിൽ തീർച്ചയായിട്ടും സർജറി ചെയ്യണം. അപ്പോൾ ഞാൻ ഓർത്തോപെഡിക് സർജനാണ്, ഞാൻ സർജറി ചെയ്യും. അപ്പോൾ നമുക്ക് സർജറി ചെയ്യേണ്ട കണ്ടീഷനാണെങ്കിൽ എന്ത് ചെയ്യും, സർജറിയുടെ കൂടെ റിക്കവറിക്ക് വേണ്ടിയിട്ട് വേണം നമ്മൾ സ്റ്റെം സെൽസ് ഇഞ്ചെക്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ ഓർത്തോജൻ പി ഇഞ്ചെക്ട് ചെയ്യും. അപ്പോൾ റിക്കവറി ഒന്നും കൂടി സ്പീഡർ ആൻഡ് ഫാസ്റ്റർ ആയിരിക്കും. അതാണ് അതിനുള്ള ആൻസർ. അപ്പോൾ ഫേമസ് ആയിട്ടുള്ള സ്പോർട്സ് ഒത്തിരി പേര് ചെയ്യും. ഫുട്ബോൾ പ്ലേയേഴ്സ്, NBA പ്ലേയേഴ്സ്. ഇപ്പം പേഴ്സണലി എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഇപ്പം നമുക്ക് എൻ്റെ അത്ര അടുപ്പമുള്ളതുകൊണ്ട് ഞാൻ പറയും, ഇപ്പം നമ്മുടെ ശ്രീശാന്തൊക്കെ എത്രയോ വർഷങ്ങളായി റീജനറേറ്റീവ് മെഡിസിൻ ചെയ്യുന്നത്. നമ്മുടെ റെഡ് ബുള്ളിൻ്റെ ഇന്ത്യയിലുള്ള എനിക്ക് തോന്നുന്നൊരു 10-15 സ്പോൺസേർഡ് ആയിട്ടുള്ള അത്ലറ്റ്സ് ഉണ്ട്, ബൈക്കേഴ്സ് ഉണ്ട്. അതിലൊരാൾ ഹരിത്നോവയാണ്, ഭയങ്കര ഫേമസാണ്. പുള്ളി ഡാക്കാർ റേസൊക്കെ ഇപ്പോൾ ജയിച്ചത്. പുള്ളിയൊക്കെ നമ്മുടെ സ്റ്റെം സെൽ ചെയ്യുന്നതാണ്. സ്പീഡ് റിക്കവറിയാണ്. പുള്ളി ഇഞ്ചക്ഷൻ ചെയ്തിട്ട് 2 വീക്സിൽ ബാക്ക് ടു റൈഡിങ്ങിന് പോയി. അപ്പോൾ പുള്ളിക്ക് അമേരിക്കയിൽ നിന്ന് അവരുടെ റെഡ് ബുള്ളിൻ്റെ അക്കാഡമിയിൽ നിന്ന് സജസ്റ്റ് ചെയ്തിട്ട് വന്നതാണ്. കാരണം അവർ സജസ്റ്റ് ചെയ്തതാണ്, ഡോണ്ട് ഗോ ഫോർ സർജറി, യു കാൻ കം ബാക്ക് ടു ദ റേസ്, ഇപ്പോൾ ഗോ ഫോർ സ്റ്റെം സെൽ. അങ്ങനെ എത്രയോ സ്പോർട്സ്, നമ്മുടെ രഞ്ജി കളിക്കുന്നവർ, കേരള ടീമിൻ്റെ പ്ലേയേഴ്സ്, അങ്ങനെ എന്തോരം പേര് നമ്മുടെ അടുത്ത് വന്ന് ഇങ്ങനെ റീജനറേറ്റീവ് മെഡിസിൻ ചെയ്യുന്നു. അതിൽ ഏത് ചെയ്യണമെന്ന് നമുക്ക് അറിയണം. അത് എക്സ്പീരിയൻസും, പിന്നെ ഞാനിപ്പോൾ ഒരു 9 years ആയി ഇത് ചെയ്യുന്നത്. അപ്പോൾ വി നോ വാട്ട് ടു ഡു, വാട്ട് നോട്ട് ടു ഡു. ഇതാണ് ആദ്യം അറിയേണ്ടത്, എവിടെ ചെയ്യാൻ പാടില്ല എന്നറിയണം. ഓക്കെ.
ഈ സ്റ്റെം സെൽ തെറാപ്പി കൊണ്ട് എന്താ അപ്പോൾ ഉദ്ദേശിക്കുന്നത്? ആർക്കൊക്കെ അപ്പം നിങ്ങൾ അഡ്വൈസ് ചെയ്യുന്നത്? ഇതെങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ വരുന്നത്? അപ്പം എന്താണ് സ്റ്റെം സെൽ എന്ന് അറിയണം. റീജനറേറ്റീവ് മെഡിസിൻ 3 ടൈപ്പിൽ വേണമെങ്കിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ബ്ലഡ് ഡിറൈവ്ഡ്, ബ്ലഡിൽ നിന്നുള്ള പ്രോഡക്ട്സ്, പിന്നെ മജ്ജ അല്ലെങ്കിൽ കൊഴുപ്പ്, അഡിപ്പോസ് ടിഷ്യൂ. അപ്പോൾ മജ്ജയിൽ നിന്നോ കൊഴുപ്പിൽ നിന്ന് എടുക്കുന്ന നമുക്ക് കൂടുതൽ സ്റ്റെം സെൽസാണ് കിട്ടുക. സ്റ്റെം സെല്ലെന്ന് പറഞ്ഞാൽ എന്താണ്? കേടായിട്ടുള്ള ഒരു സെല്ലിലേക്കാണ് നമ്മൾ സ്റ്റെം സെൽ ചെയ്യുന്നതിന് അതിന് പകരമായിട്ട് അതിന് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഒരു സ്റ്റെം സെൽ ഹാസ് ദാറ്റ് പൊട്ടൻഷ്യൽ. ആ സെല്ലിൻ്റെ പോലെ തന്നെ അതിന് റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ജനിച്ചു വീഴുന്ന കുട്ടികളുടെ ഈ പൊക്കിൾ കൂടി ഏറ്റവും കൂടുതൽ സൂക്ഷിച്ചു വെക്കുന്നതിൻ്റെ കാരണം. എംബ്രിയോണിക് സ്റ്റെം സെൽ എന്ന് പറയും. ജനിക്കുന്നതിന് മുന്നേ ഉള്ള സെൽസിനാണ് സ്റ്റെം സെല്ലിൽ ഏറ്റവും പൊട്ടൻഷ്യൽ ഉള്ളത്. അത് ടോട്ടിപ്പൊട്ടൻ്റ് എന്ന് പറയും. ടോട്ടിപ്പൊട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇതൊന്നും സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. എന്നാൽ എന്ത് സെല്ലാണോ ആ സെല്ലായിട്ട് അതിനെ ഡിവൈഡ് ചെയ്യാനോ മൾട്ടിപ്ലൈ ചെയ്യാനോ പറ്റും. കുട്ടികൾ വലുതാവും തോറും, അഡൽട്സ് ആവും തോറും ഈ സ്റ്റെം സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ കുറഞ്ഞു വരും. അതിന് യൂണിപൊട്ടൻ്റ് എന്ന് പറയും. ഒരു സെല്ല് ഇട്ടാൽ ആ ഒരു സെല്ലായിട്ട് മാത്രമേ പിന്നെ അതിന് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയത്ത് ജനിച്ചു വീഴുന്ന കുട്ടിയുടെ സ്റ്റെം സെൽസ് കുറച്ചും കൂടി ആക്റ്റീവ് ആയിരിക്കും ആൻഡ് ഇറ്റ് ഈസ് മോർ എഫക്റ്റീവ്. അപ്പോൾ അതിന് ഈ മൾട്ടിപ്ലിക്കേഷൻ പൊട്ടൻഷ്യൽ കൂടുതലായിരിക്കും. അതാണ് അതിനുള്ള റീസൺ. അപ്പോൾ സ്റ്റെം സെൽ ഇസ് വെരി എഫക്റ്റീവ്. നമുക്കിപ്പോൾ ഒരു നെർവ് ഡാമേജ് ഉള്ള ഒരു സ്ഥലത്തേക്ക് ചെയ്യുകയാണെങ്കിൽ നെർവായിട്ട് അതിന് സെൽസായിട്ട് റീജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മസിലാണെങ്കിൽ മസിലായിട്ട് റീജനറേറ്റ് ചെയ്യാൻ പറ്റും. കാർട്ടിലേജ് ലോസ്, തേയ്മാനമാണെങ്കിൽ തേയ്മാനമായിട്ട് പറ്റും. പക്ഷേ ഇതെല്ലാം ഈ സ്റ്റിൽ ഇൻ അഡ്വാൻസ്മെൻറ്റ് ഫോമിലാണ്. അതിന് സ്റ്റഡീസ് നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻ ഉണ്ട്. ബട്ട് ദിസ് ഇസ് ദ ഫ്യൂച്ചർ. ഓക്കെ. ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പോലുള്ള കണ്ടീഷൻസിൽ എങ്ങനെയാണ് ഈ റീജനറേറ്റീവ് മെഡിസിൻ ഹെൽപ്ഫുൾ ആവുന്നത്? ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡീജനറേറ്റീവ് ഡിസീസ്. പ്രായമാവുമ്പോൾ സന്ധികളിൽ വരുന്ന തേയ്മാനത്തിനെയാണ് നമ്മൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചെറുപ്പക്കാർക്കും വരും. അപ്പോൾ പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. വാർദ്ധക്യ സംബന്ധമായിട്ട് വരുന്നതിനാണ് നമ്മൾ പ്രൈമറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. അതിന് സ്റ്റേജ് 1 തൊട്ട് 4 വരെ ഉണ്ട്. ഈ തുടക്കം 1-ലാണ്, എൻഡ് ചെയ്യുന്നതാണ് 4-ൽ. അത് 10 വർഷം എടുക്കും. പതുക്കെ ഇത് കൂടും. ഇതുവരെ നമുക്കത് പിടിച്ചു നിർത്താനുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഇല്ലായിരുന്നു. അപ്പോൾ ഒരു സ്റ്റേജ് 1, 2, 3 പേഷ്യൻ്റ് ഒരു ഓർത്തോ ഡോക്ടറിനെ കാണുമ്പോൾ അവരെന്താ പറയുക, ഇപ്പോൾ സർജറി ചെയ്യാറായിട്ടില്ല, നമുക്ക് സ്റ്റേജ് 4 ആവുമ്പോൾ ചെയ്യാം. ദാറ്റ് മീൻസ് അവരുടെ കയ്യിലൊന്നും സൊല്യൂഷൻ ഇല്ല. പണ്ടിപ്പോൾ നമ്മുടെ കയ്യിലായാലും സൊല്യൂഷൻ ഇല്ല. സ്റ്റേജ് 1, 2, 3 അൺനെസസറി ആയിട്ട് നമ്മളാരും സർജറി ചെയ്യില്ല. സ്റ്റേജ് 4 ആവുമ്പോഴാണ് നമ്മൾ സർജറി വേണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആ സ്റ്റേജിലേക്ക് എത്താതിരിക്കാൻ നോക്കണം. ആ എത്താതിരിക്കാൻ നോക്കുന്നതാണ് റീജനറേറ്റീവ് മെഡിസിൻ. അപ്പോൾ ആര് ചെയ്യണം? സ്റ്റേജ് 3 താഴെയുള്ള ഒരാൾ വന്നിട്ട് വേണം റീജനറേറ്റീവ് മെഡിസിൻ ചെയ്യാൻ. റദർ ദാൻ സ്റ്റേജ് 4 പേഷ്യൻസ്. ഓക്കെ. അപ്പോൾ ഈ നീ റീപ്ലേസ്മെൻറ്റ് സർജറീസ് ഒക്കെ ഉണ്ടല്ലോ, അതെപ്പോഴും ഒരാൾ ഓപ്റ്റ് ചെയ്യേണ്ടത്? ആർക്കൊക്കെ അപ്പോൾ അത് അഡ്വൈസ് ചെയ്യുന്നത്? ഏത് ഘട്ടത്തിലാണ്? പ്രാക്ടിക്കൽ തിയറി പറയാം. പ്രാക്ടിക്കൽ തിയറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്റ്റേജ് 4 ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉള്ളൊരു പേഷ്യൻറ്റിന് സർജറി ചെയ്യാം. എബോവ് 65 ഇയേഴ്സ്, മരുന്ന് കഴിച്ചു, ഒന്നും ചെയ്തിട്ട് മാറുന്നില്ല, അയാൾ സ്റ്റേജ് 4 ആണെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസിന് സർജറി ചെയ്യും. പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾക്ക് എക്സ്പീരിയൻസിൽ നിന്നിട്ട് എപ്പോൾ ഒരു പേഷ്യൻറ്റിന് സർജറി പറയാം 4 ഇൻഡിക്കേഷൻസ് പറഞ്ഞുതരാം. 1 എബോവ് 65 ഇയേഴ്സ്, 2 സ്റ്റേജ് 4, ആൻഡ് 3 സെൽഫ് കെയർ. സെൽഫ് കെയർ എന്ന് പറഞ്ഞാൽ ആ പേഷ്യൻറ്റിന് സ്വന്തമായിട്ട് ഒരു കാര്യവും ചെയ്യാൻ പറ്റുന്നില്ല. 4-മത്തെ കാര്യം ഫെയിലിയർ ഓഫ് ഓൾ അതർ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ്. ആ സർജറിക്ക് മുന്നേ ആ പേഷ്യൻറ്റിനെ കൊണ്ട് പറ്റുന്ന മരുന്നായിക്കോട്ടെ, ഇഞ്ചക്ഷൻ ആയിക്കോട്ടെ, ആയുർവേദം ആയിക്കോട്ടെ, വാട്ട് എവർ മെത്തേഡ്സ് ദേ ട്രൈഡ് ആൻഡ് ഇഫ് ദേ ആർ ഗോയിങ് ടു ഫെയിൽ. ഇങ്ങനെ 4 ക്രൈറ്റീരിയയിൽ 3 വന്നാൽ തീർച്ചയായിട്ടും ആ പേഷ്യൻറ്റ് സർജറി അല്ല ഏറ്റവും ബെസ്റ്റ്. കാരണം അയാളുടെ 65 വയസ്സായി. ഇനി കൂടുതൽ ചെയ്യും തോറും ഹെൽത്ത് കണ്ടീഷൻ വേഴ്സാണ്. അപ്പോൾ സർജറി കോംപ്ലിക്കേറ്റഡ് ആവും. പിന്നെ സ്റ്റേജ് 4 ആയി. സ്റ്റേജ് 4 എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണ്. അപ്പോൾ നമ്മളിനി ബാക്കിയുള്ള മൊഡാലിറ്റീസ് ട്രൈ ചെയ്യാം. ഫെയിൽ ചെയ്താലും പാടാണ്. പിന്നെ സെൽഫ് കെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കാനും വാഷ്റൂമിൽ പോകാനോ നമ്മൾക്കൊരു കാര്യം പോലും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആൻഡ് ലാസ്റ്റ് ഇസ് വാട്ട് യു ഹാവ് ട്രൈഡ്. നമ്മളെല്ലാം ട്രൈ ചെയ്തു, എന്നിട്ടും പറ്റുന്നില്ലെങ്കിൽ സർജറി. അപ്പോൾ ഈ 4 കണ്ടീഷനിൽ 3 വന്നാൽ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഐ തിങ്ക് ദാറ്റ് ഇസ് പ്രിറ്റി ഈസി ഓൾസോ. പേഷ്യൻസിന് കേൾക്കുമ്പോൾ അറിയാൻ പറ്റും. ഇത് കേൾക്കുന്ന ഒരാൾ കേൾക്കുകയാണെങ്കിൽ അവർക്കറിയാം. ഓക്കെ. ഇപ്പോൾ ഡോക്ടർ, ഇപ്പോൾ ഇതിൻ്റെ ഒരു സാധ്യത ഭയങ്കര അനന്തമാണ്. ഇപ്പോൾ നമ്മൾ GFC ചെയ്യുന്ന PRP ചെയ്യുന്ന പേഷ്യൻസ് ഒക്കെ ഉണ്ടാവും. ഞാനിപ്പോൾ രണ്ടും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴിപ്പോൾ അതിൻ്റെ ഡിഫറൻസ് അറിയില്ല. എന്താ PRP ചെയ്താൽ എന്താ GFC ചെയ്യേണ്ടത്? ഇപ്പോഴും എനിക്ക് ആ ഡിഫറൻസ് അറിയില്ല. പക്ഷേ ചെയ്യുന്നുണ്ട്. ആരൊക്കെയാണ് PRP എടുക്കേണ്ടത്, ആരൊക്കെയാണ് GFC എടുക്കേണ്ടത്? അതിന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, റീജനറേറ്റീവ് മെഡിസിൻ 3ആണ്. ബ്ലഡിൽ നിന്നുള്ളത് വേറെ, മജ്ജയിൽ നിന്ന് വേറെ, കൊഴുപ്പിൽ നിന്ന് വേറെ. അപ്പം മജ്ജയിൽ നിന്നും കൊഴുപ്പിൽ നിന്നുള്ളത് സ്റ്റെം സെൽസാണ് കൂടുതൽ കിട്ടുക.
ബ്ലഡിൽ നിന്ന് മേജർ പ്ലേറ്റ്ലെറ്റ്സ് ഡിറൈവ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. അത് ഓട്ടോലോഗസ് കണ്ടീഷൻ സിറം എന്ന് പറയും. GFC പ്ലേറ്റ്ലെറ്റ്സിൻ്റെ പോലെ തന്നെ വർക്ക് ചെയ്യുന്നതാണ്. ഗോൾഡിക് എന്ന് പറയുന്നുണ്ട്, നമ്മൾ ചെയ്യുന്ന ഓർത്തോജൻ ബി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഉള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര സെല്ലുണ്ടെന്നാണ്. ഓക്കെ, സെല്ല് കൗണ്ടിലും ഈൽഡിലുമാണ് ഇതിൻ്റെ റിസൾട്ട് വരിക. പിന്നെ ഈ ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റിനാണ് നമ്മൾ GFC എന്ന് പറയുന്നത്. പ്ലേറ്റ്ലെറ്റ്സ് എന്താ വർക്ക് ചെയ്യുക? പ്ലേറ്റ്ലെറ്റ്സ് നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ ചെന്നിട്ട് അത് ആക്ടിവേറ്റഡ് ആവും. അപ്പോൾ ഗ്രോത്ത് ഫാക്ടേഴ്സിന് ഇൻവൈറ്റ് ചെയ്യും. ഗ്രോത്ത് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹെയർ ഗ്രോത്തിന് സ്റ്റിമുലേറ്റ് കിട്ടേണ്ടതായിട്ടുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സിന് അത് ഇഞ്ചെക്ട് ചെയ്ത് കഴിയുമ്പോൾ വർക്ക് ചെയ്യും. ഇപ്പോൾ മുട്ടിലാണെങ്കിൽ പെയിൻ കുറയ്ക്കാനോ ആർത്രൈറ്റിസ് കുറയ്ക്കാനായിട്ടുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സ് ജോയിനിലേക്ക് എത്തിക്കും. അപ്പോൾ പ്ലേറ്റ്ലെറ്റ്സ് ഉള്ളിൽ ചെന്നിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ആക്ടിവേഷൻ എന്ന് പറയും. ആ ആക്ടിവേഷൻ ചെയ്യുന്ന ഗ്രോത്ത് ഫാക്ടേഴ്സിന് നമുക്ക് കോൺസെൻട്രേറ്റ് ആയിട്ട് കിട്ടും. അതാണ് ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ്. അപ്പോൾ അതിലേക്ക് ബ്ലഡ് ആഡ് ചെയ്തിട്ട് നമ്മൾ സ്പിൻ ചെയ്ത് അത് ഇഞ്ചെക്ട് ചെയ്യുന്നതാണ് GFC എന്ന് പറയുന്നത്. ബട്ട് അഗെയിൻ ദിസ് ഇസ് എ വാസ് തിങ്. ഹെയറിന് വേറെയാണ്, ഓർത്തോപെഡിക്സിൽ വേറെയാണ്, സ്പോർട്സ് ഇഞ്ചുറീസിന് വേറെയാണ്. അത് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ തന്നെ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഈ ലേബിൾഡ് ആയിട്ടുള്ള സിഡിസ്കോ അപ്രൂവൽ എന്ന് പറയും. അങ്ങനെയുള്ളത് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക, ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനെല്ലാം ക്രൈറ്റീരിയാസ് ഉണ്ട്. അതാണ് ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത്. പക്ഷേ അതിനേക്കാളൊക്കെ ലേറ്റസ്റ്റ് ഉണ്ട്. ടെക്സോസോം എന്ന് പറയുന്നതൊക്കെ ഉണ്ട്. അതൊക്കെ ഫ്യൂച്ചർ ആണിപ്പോൾ. അതായത് ഗ്രോത്ത് ഫാക്ടേഴ്സും പ്ലേറ്റ്ലെറ്റ്സും ഒക്കെ ഒരു ഔട്ട്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പെക്സോസോം, പെപ്റ്റൈഡ്സ് എന്നൊക്കെ പറയുന്നത് അതൊക്കെയാണ് കുറച്ചും കൂടി ന്യൂവർ അഡ്വാൻസ്മെൻറ്റ് ഇൻ റീജനറേറ്റീവ് മെഡിസിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഡോക്ടറോട് നേരത്തെ പറഞ്ഞല്ലേ ഈ GFCയും PRP ഒക്കെ ഇവിടെ നമ്മളുടെ കൊച്ചിയിൽ പല ക്ലിനിക്സിലും പല റേറ്റുകളിൽ ഇത് അവൈലബിൾ ആണ്. ഇപ്പോൾ ആളുകൾ ഇപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണോ റേറ്റ് കുറവ് അവിടെ പോയിട്ട് ചെയ്യാൻ നോക്കും. അപ്പോൾ ഈ നമ്മൾ PRP GFC ട്രീറ്റ്മെൻറ്റ്സ് എടുക്കേണ്ട ആൾക്കാർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? റേറ്റ് നോക്കിയിട്ടാണോ പോകേണ്ടത്, അല്ലെങ്കിൽ അവിടെ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് പറയുന്നത്? ശരി, അത് റേറ്റ് ഇസ് എ മേജർ ഫാക്ടർ ഇൻസൈഡ് ഇന്ത്യ. അത് നമ്മൾക്ക് ഒരിക്കലും ഇല്ല എന്ന് പറയാൻ പറ്റില്ല, അതൊരു ഫാക്റ്റാണ്. ബട്ട് റിസൾട്ട് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ പ്ലേസ് വെർ യു ഗെറ്റ് ഇറ്റ് ഡൺ. അത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സെൻറ്റേഴ്സ് വേണം, ഇതിൻ്റെ സ്റ്റെറിലിറ്റി വേണം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഇസ് പ്രിപ്പറേഷൻ പാർട്ട്. ആ പ്രിപ്പറേഷൻ പാർട്ടിൽ എത്ര സെല്ലുണ്ട്, ആ സെൽ കൗണ്ടർ എന്ന് പറയും, അങ്ങനെ കൗണ്ട് ചെയ്യാൻ പറ്റും. നമുക്ക് 10 ബില്യൺ സെൽസ് വേണം. 10 ബില്യൺ സെൽസ് ഉണ്ടെങ്കിലേ നമുക്ക് ആ കുത്തി വെക്കുന്നതുകൊണ്ട് ഗുണമുള്ളൂ. അതുകൊണ്ട് എന്താ, സിറ്റിങ് കുറയും. അല്ലെങ്കിൽ എന്ത് പറ്റും, ഈ റേറ്റ് കുറവ് 10 എണ്ണം ചെയ്യുന്നതും മറ്റേത് 2 എണ്ണം ചെയ്യണം ഒന്ന് തന്നെയാണ്. അത് ആൾക്കാർക്ക് അറിയില്ല. അവർ പറയും ഇത് റേറ്റ് ഇത്രയേ ഉള്ളൂ, 10 സിറ്റിംഗ് വേണ്ടി വരും എന്ന് പറയും. അപ്പോൾ അത് നോക്കാൻ നേരത്ത് ഇത്തിരി പൈസ കൂടിയ നന്നായിട്ട് ചെയ്യുന്ന ഒരു സെൻറ്ററിൽ ചിലപ്പോൾ 2 സിറ്റിംഗ് ചെയ്താൽ മതി. അപ്പോൾ നോക്കാൻ നേരത്ത് 10 സിറ്റിങ്ങിനേക്കാളും കുറവേ വരുള്ളൂ. ആൻഡ് റിസൾട്ട്സ് ആർ മോർ. ഇത്രയാണ് അതിൻ്റെ ഡിഫറൻസ്. പ്രിപ്പറേഷൻ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഹൗ യു ഗെറ്റ് ഇറ്റ് ഡൺ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എക്സ്പീരിയൻസ് ഉള്ള സെൻറ്റേഴ്സ്, ട്രെയിനിങ്, ഓൾ ദീസ് കംസ് ഇൻ ടു പ്ലേ എന്ന് പറയുന്നത് അതിലാണ്. നമ്മൾക്കൊന്നും പറയാനില്ല. അതൊരു സെൻറ്റേഴ്സിൻ്റെയും എല്ലാം വ്യത്യാസമാണ്. അവരുടെ ഓവർ ഹെഡ്സിൻ്റെ പോലെ ഇരിക്കും. ചെറിയ ക്ലിനിക്സിന് ഓവർ ഹെഡ്സ് കുറവായിരിക്കും, വലിയ സെൻറ്റേഴ്സ് ആകുമ്പോൾ ഓവർ ഹെഡ്സ് കൂടുതലായിരിക്കും. അതെല്ലാം സർജറി പോലെ തന്നെ. ഒരേ സെൻറ്റേഴ്സിൽ സർജറി ക്യാൻ സ്റ്റാർട്ട് ഫ്രം 1.5 lakhs to 2.5 or 3 lakhs. അത് വേർ ടു ഗെറ്റ് ഇറ്റ് ഡൺ എന്നുള്ളൊരു പേഷ്യൻറ്റിൻ്റെ മാത്രം ചോയ്സാണ്. ഇത് ആരും ചെയ്യുന്നത് തെറ്റല്ല, ഇംപ്ലാന്റ് വെക്കുന്നതിലുള്ള വ്യത്യാസമാണ്. ആ ഇംപ്ലാന്റ് ഇമ്പോർട്ടഡ് ഇംപ്ലാന്റ് ഉണ്ട്, ഇന്ത്യൻ മെയ്ഡ് ഉണ്ട്, അതിൽ തന്നെ പല സ്റ്റാൻഡേർഡ് ഉള്ളതുണ്ട്. ഫ്ലെക്ഷൻ എന്ന് പറയും, മുട്ട് മടക്കാൻ പറ്റുന്നതിൻ്റെ ഉണ്ട്. ഒരു നല്ല ക്വാളിറ്റിയുള്ള നീ റീപ്ലേസ്മെൻറ്റ് ഇംപ്ലാന്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 110-120 ഡിഗ്രി വരെ നമുക്ക് മുട്ട് മടങ്ങി കിട്ടും. അതിൽ ഫ്ലെക്ഷൻ എന്ന് പറയുന്നതാണ് നമുക്ക് എത്ര മടക്കാൻ കിട്ടുന്നത്. ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് പോലെ തന്നെ ഇതിലും വരും. ഞാനതൊരു കോട്ട് ചെയ്യാൻ പാടില്ല, എന്നാലും പണ്ട് പൃഥ്വിരാജിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, OTT വരുമ്പോൾ സിനിമ തിയേറ്റർ ഇല്ലാണ്ടാവുമോ? ഇനി OTT മാത്രമേ ഇല്ല, രണ്ടും കോ എക്സിസ്റ്റ് ചെയ്യും. സർജറിയും കോ എക്സിസ്റ്റ് ചെയ്യും, റീജനറേറ്റീവും കോ എക്സിസ്റ്റ് ചെയ്യും. ബട്ട് റീജനറേറ്റീവിന് അതിൻ്റേതായിട്ടുള്ളൊരു സ്പേസും ഉണ്ട്. അത് ആർക്ക് ചെയ്യണം എന്നുള്ളത് കലങ്ങി തെളിയണം. കലങ്ങി തെളിയാന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിനൊരു അപ്പ് ഗ്രാഫ് ഉണ്ടെങ്കിൽ ഡൗൺ വരും, പിന്നെ അത് റെഗുലറൈസ്ഡ് ആവും. റെഗുലറൈസ്ഡ് എന്ന് പറഞ്ഞാൽ നോർമലൈസ്ഡോ അല്ലെങ്കിൽ ഒരു കറക്ഷൻ വരും, ഓട്ടോ കറക്ഷൻ. അതിൽ കുറച്ച് കഴിയുമ്പോൾ ഈ പറഞ്ഞതിനൊക്കെ ക്ലാരിറ്റി വരും, എവിടെ ചെയ്യണം, എത്ര റിസൾട്ട് വരും. ഇതൊരു സ്റ്റാർട്ടിങ് സ്റ്റേജിലല്ലേ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഒരു സമയം എടുക്കും. അപ്പോൾ ഈ ചില ആളുകൾ പറയുന്നേക്കാം ഈ റീജനറേറ്റീവ് മെഡിസിൻ എന്ന് പറയുന്നത് ലാസ്റ്റ് ഓപ്ഷനാണ്, ഒന്നും പറ്റിയില്ലെങ്കിൽ നമുക്ക് ഇതിലേക്ക് പോവാം, അങ്ങനെ തന്നെയാണോ? അതാണ് ഏറ്റവും തെറ്റിദ്ധാരണ. ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കണം. വൈ അഗെയിൻ റീജനറേറ്റീവ് മെഡിസിൻ ഇസ് ഡിലേയിങ് ഓർ ആ ഓസ്റ്റിയോ ആർത്രൈറ്റിസിന് നമ്മൾ കൂടാതിരിക്കാൻ സഹായിക്കുന്നതാണ്. നിങ്ങൾ ലാസ്റ്റ് സ്റ്റേജിൽ വന്ന് ചെയ്തിട്ട് എന്താണ് അതിന് ബെനിഫിറ്റ് കിട്ടുക? അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന പോലെ ഒരു പേഷ്യൻ്റ് റിസൾട്ട് കിട്ടാതെ വരികയും കാര്യങ്ങളും. അതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നതും നമ്മൾ റീച്ച് ഔട്ട് ചെയ്യാൻ പറയുന്നതാണ്. സി ഗെറ്റ് ഏർലി. ആ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് കൂടാതിരിക്കട്ടെ. നിങ്ങൾ എന്തിനാണ് വേറെ മരുന്ന് കഴിക്കുന്നത്?
ഒരു മാസം കഴിക്കുന്ന മരുന്നിനേക്കാളും എത്രയോ ഗുണമുള്ള സാധനമാണ് റീജനറേറ്റീവ് മെഡിസിൻ. വേറെ മരുന്നില്ല, ഇതിന് വേറെ സൈഡ് എഫക്ട്സ് ഇല്ല, ഇതിന് വേറെ കോംപ്ലിക്കേഷൻസ് ഇല്ല. ആൻഡ് യു ആർ ആക്ച്വലി ഡിലേയിങ് ഇറ്റ് ഓർ ക്യൂറിങ് ദ കോസ്. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് നമുക്ക് പതുക്കെ തടഞ്ഞു നിർത്താൻ പറ്റും, അതിൻ്റെ പ്രോഗ്രഷനെ ഡിലേ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോഴും ഒരു സ്റ്റേജ് 3 ഒരാളാണ്, അതിലേക്ക് താഴേക്കുള്ള ഒരാളാണ് ചെയ്യേണ്ടത്. അപ്പോൾ സ്ക്രീനിങ് വേണം. ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് എന്ന് പറയുന്ന പോലെ. അതെന്തുകൊണ്ടാണ്? ഒരു ക്യാൻസർ വന്നിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് കുറവാണ്, പേഷ്യൻ്റ് മാനസികമായിട്ടുള്ള, അതിനാണ് സ്ക്രീനിങ് സ്റ്റാർട്ട് ചെയ്തത്. അഗെയിൻ സി നൗ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് സ്ക്രീൻ ചെയ്യട്ടെ. ഫാമിലി ഹിസ്റ്ററി ഉണ്ടോ, ഫീമെയിൽസ് ആണോ, എബവ് 50-60 ഇയേഴ്സ് ആണോ, സ്ക്രീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നേരത്തെ റീജനറേറ്റീവ് മെഡിസിൻ ചെയ്യുക. സ്റ്റേജ് 4 ഒരാൾ അൺഫോർച്ചുനേറ്റ്ലി ചെയ്യാറുണ്ട്, 50-50 ആയിരിക്കും, മേ ബി 50-60 ആയിരിക്കാം അവർക്ക് അത് റെസ്പോണ്ട് ചെയ്യുന്ന സാധ്യത. ഇല്ലാത്തവർക്ക് അപ്പോഴൊരു ഓപ്ഷൻ ഉണ്ട്, ദേ ക്യാൻ ട്രൈ. റെസ്പോണ്ട് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്, നമ്മൾ പറയുന്ന പോലെ അല്ല. സ്റ്റേജ് 4 ഇങ്ങനെ കട്ട് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള സർജറി എന്നുള്ളതല്ല. എനിക്ക് പേഴ്സണലി 8 ഇയേഴ്സ് ആയിട്ട് സ്റ്റേജ് 4 പേഷ്യൻസ് ഉണ്ട്. എല്ലാ വർഷവും വന്നൊരു ഡോസ് ചെയ്തു പോകും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? സ്റ്റേജ് 4 റെസ്പോൺസ് ഉണ്ട്, ബട്ട് എല്ലാ വർഷവും ചെയ്യണം. ചിലവർക്ക് ഒരെണ്ണം ചെയ്ത്, ഇപ്പോൾ സ്റ്റെം സെല്ലൊക്കെ ഒരെണ്ണം ചെയ്താൽ 5-6 വർഷത്തേക്ക് വേറെ ട്രീറ്റ്മെൻ്റ് ഒന്നും വേണ്ട, നമ്പർ ഓഫ് സിറ്റിങ്സ് കുറയും. അതാ ഞാൻ പറഞ്ഞത്. അഗെയിൻ ദിസ് ഇസ് ഒരു പേഷ്യൻറ്റിനെ കണ്ട് എക്സാമിൻ ചെയ്ത് അവരുടെ ഹിസ്റ്ററി എടുത്ത് അവർ ഏത് സ്റ്റേജാണ്, ഏതാണ് അവർക്ക് ആപ്റ്റായിട്ടുള്ള റീജനറേറ്റീവ് മെഡിസിൻ എന്ന് ഫൈൻഡ് ഔട്ട് ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ കട്ട് തിങ്സ് ഷോർട്ട്, റീജനറേറ്റീവ് മെഡിസിൻ ഷുഡ് ബി ദ ഫസ്റ്റ് ഓപ്ഷൻ, ഇറ്റ്സ് നോട്ട് ദ ലാസ്റ്റ് ഓപ്ഷൻ. ലാസ്റ്റ് ഓപ്ഷൻ ഷുഡ് ബി ഓൾവേസ് എ സർജിക്കൽ ഇൻ്റർവെൻഷൻ. സർജറി ഈസ് ഓൾവേസ് ദ ലാസ്റ്റ് ഓപ്ഷൻ ആൻഡ് ഇറ്റ്സ് ദ ബെസ്റ്റ് ഓപ്ഷൻ ഇൻ ദ ലാസ്റ്റ് സ്റ്റേജ്. അതിലൊരു ഡൗട്ടും ഇല്ല. ഓക്കെ. ഈ ഡയബറ്റിക് ഫുഡ് അൾസേഴ്സ് ഉള്ള ഒരാൾക്ക് എങ്ങനെയൊക്കെ അപ്പോൾ റീജനറേറ്റീവ് മെഡിസിൻ ഹെൽപ്ഫുൾ ആവുന്നത്? എഗെയിൻ സെയിം തിങ്. ആ ഡാമേജ്ഡ് ആയിട്ടുള്ള, എന്തുകൊണ്ടാണ് അവിടെ ഹീലിംഗ് വരാത്തത്? അവരുടെ പ്രോപ്പറായിട്ടുള്ള ഓക്സിജനേഷൻ നടക്കുന്നില്ല, ബ്ലഡ് ഫ്ലോ നടക്കുന്നില്ല, നോർമൽ ഹീലിംഗ് മെക്കാനിസം ഇസ് ഹാമ്പേർഡ്. അതിനെ നമ്മൾ എൻഹാൻസ് ചെയ്യുന്ന സാധനമാണ് റീജനറേറ്റീവ് മെഡിസിൻ. ഭയങ്കര എക്സലൻറ്റ് റിസൾട്ട്സാണ്. ഇനി റിസൾട്ട് പറയുമ്പോൾ പേഴ്സണൽ റിസൾട്ട്സ് ആയിട്ടല്ല നമ്മൾ പറയേണ്ടത്, ഇറ്റ്സ് എവിഡൻസ് ബേസ്ഡ്. ലെവൽ 1, ലെവൽ 2, ലെവൽ 3 സ്റ്റഡീസ് എന്ന് പറയും. അതാണ് റാൻഡമൈസ് കൺട്രോൾ ട്രയൽസ് എന്ന് പറയും. ഇപ്പം ആയുർവേദം, ഹോമിയോ, ഞാൻ നോ ഒഫെൻസീവ് അങ്ങനെ പറയുന്നതല്ല, അതിനൊന്നും എവിഡൻസ്ഡ് ഇല്ല. അപ്പോൾ നമ്മൾക്ക് ഇതിന് എവിഡൻസ് ബേസ്ഡ് ആണ്. ഇപ്പോൾ റിസർച്ചേഴ്സ് കംപ്ലീറ്റ് നടന്നുകൊണ്ടിരിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, ദിസ് ഇസ് ഇവോൾവിങ്. ബാക്ക് ഇൻ 2000 നിങ്ങൾ റീജനറേറ്റീവ് മെഡിസിൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പേപ്പേഴ്സ് ഒന്നുമില്ല. ഇപ്പം എന്തോരം പേപ്പേഴ്സ് ഉണ്ട്. ഒരു മാസം പബ്ലിഷ് ചെയ്യുന്ന പേപ്പേഴ്സ് ഭയങ്കര കൂടുതലാണ്. ഒരു വർഷം നോക്കുകയാണെങ്കിൽ 7000-8000 പേപ്പേഴ്സ് ഇതിനെക്കുറിച്ച് സ്റ്റഡീസ് പ്രൂവൺ ആയിട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് അതൊരു പ്രൂവൺ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ആൻഡ് നമ്പർ ഓഫ് സിറ്റിങ്സ് ഭയങ്കരമായിട്ട് കുറയ്ക്കും. പേഷ്യൻ്റ് ഉണ്ടാകുന്ന മാനസിക സംഘർഷം ഭയങ്കര കൂടുതലാണ്. ഡയബറ്റിക് അൾസേഴ്സിന് ചിലത് ആംപ്യൂട്ടേഷൻ, മുറിച്ച് കളയേണ്ടി വരും. സി അഗെയിൻ, ഡയബറ്റിക് അൾസർ നമ്മൾക്ക് ഒത്തിരി ആയി കഴിഞ്ഞ് സ്പ്രെഡ് ചെയ്യുന്നൊരു കണ്ടീഷനിലൊന്നും വന്നൊന്നും റീജനറേറ്റീവ് മെഡിസിൻ ഒന്നും നടക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്, അതിനുള്ള ഇൻഡിക്കേഷൻസ് ഉണ്ട്, എന്നാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. ഓക്കെ.